CBSE 10ാം ക്ലാസ്സിലെ 2021-22 വർഷത്തെ സിലബസിൽപ്പെട്ട ഒരു പാഠമാണ് വിശ്വംദീപമയം. മഹാകവി ഉള്ളൂർ അദ്ദേഹത്തിൻ്റെ കൽപ്പശാഖി എന്ന സമാഹാരത്തിൽ പെട്ട ഒരു കവിതയാണ് നവയുഗോദയം. ഈ നവയുഗോദയം എന്ന കവിതയിലെ ആദ്യത്തെ ഏതാനും വരികൾ മാത്രം ഉള്ള ഒരു കാവ്യശകലമാണ് വിശ്വംദീപമയം. അതായത് വിശ്വംദീപമയം എന്ന പേരിൽ ഉള്ളൂർ ഒരു കവിത രചിച്ചിട്ടില്ല. നവയുഗോദയം എന്ന കവിതയിലെ ഭാഗമാണ് ഇതെന്നർത്ഥം. ഇനി ഈ വിശ്വംദീപമയം എന്ന ശീർഷകം കവിതയ്ക്ക് നൽകിയതാകട്ടെ ഉള്ളൂരിന്റെ പ്രേമോപനിഷത്ത്, വിശ്വപ്രേമം കാണിച്ചു തരുന്ന ഒരു കവിതയാണ് പ്രേമസംഗീതം. അതൊരു പക്ഷെ നിങ്ങൾ പല ക്ലാസ്സിലും ചിലപ്പോൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ പദ്യം ചൊല്ലൽ വേദികളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതം നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഈ വരികൾ കേൾക്കാത്ത മലയാളികൾ വളരെ അപൂർവമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. കുട്ടികൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. കാരണം സ്കൂളുകളിൽ പലപ്പോഴും പദ്യപാരായണത്തിനോ അല്ലെങ്കിൽ അധ്യാപകർ താഴ്ന്ന ക്ലാസ്സിൽ ആശയ വിപുലീകരണത്തിനൊക്കെ ഈ ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അങ്ങനെ വളരെ പ്രശസ്തമായ പ്രേമസംഗീതം എന്ന കവിതയിലെ വേറെ രണ്ട് വരികളാണ് ഞാൻ ചൊല്ലി കേൾപ്പിക്കുന്നത്. വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്ണ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേന്മേലമൃതമയം. ഒന്നുകൂടി ചൊല്ലാം. വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേന്മേലമൃതമയം. ആ കാവ്യ ശകലത്തിൽ നിന്നും ഒരു കഷണം, ഒരു ഭാഗം മാത്രമാണ് ഈ നവയുഗോദയത്തിലെ കവിതയുടെ ഭാഗത്തിന് കൊടുത്ത ശീർഷകം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കവിതാ സമാഹാരം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ്. ഉള്ളൂർ എഴുതിയ ദീപാവലി എന്നൊരു കവിത. ദീപാവലി എന്ന കവിതയിൽ മുഴുവൻ ശ്ലോകങ്ങളും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽപ്പെട്ട, പല തലങ്ങളിൽപ്പെട്ട, പല പ്രായത്തിൽപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുന്ന, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന സതുപദേശങ്ങളാണ്. അടുത്ത തലമുറയെ ഉണർത്താനും ഉയർത്താനും പറ്റിയ ധാരാളം ഉദ്ബോധനാത്മകമായ കവിതകൾ രചിച്ച കവി കൂടിയാണ് മഹാകവി ഉള്ളൂർ. നവയുഗോദയം എന്ന കവിതയിലെ മിക്കവാറും എല്ലാ വരികൾക്കും ആ ഒരു സ്വഭാവമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂരിൻ്റെ ഉദ്ബോധനാത്മകമായ കവിതകളിൽ പെടുത്താവുന്നതാണ് വിശ്വം ദീപമയം എന്ന പാഠഭാഗമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. മാലുള്ളതാണീ മഹിയെന്നു വെച്ച് മാഴ്കുന്നതെന്തിന്നു മനുഷ്യരെ നാം, തൻ സൃഷ്ടിയിൽപ്പെട്ടൊരതിന്നുമീശൻ സ്ഥാനത്തെ നൽകേണ്ടത് ധർമ്മമല്ലേ. മാലുള്ളതാണീ മഹിയെന്നു വെച്ച് മാഴ്കുന്നതെന്തിന്നു മനുഷ്യരെ നാം, തൻ സൃഷ്ടിയിൽപ്പെട്ടൊരതിന്നുമീശൻ സ്ഥാനത്തെ നൽകേണ്ടത് ധർമ്മമല്ലേ. അപ്പൊ മാലുള്ളതാണ് ഈ മഹി. മഹി എന്ന് വെച്ചാൽ ഭൂമിയാണ്. ഈ ഭൂമി മാലുള്ളതാണ്, ദുഃഖം നിറഞ്ഞതാണ്. ദുഃഖം നിറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ സുഖത്തെ പോലെ ദുഃഖവും നിറഞ്ഞതാണ്. ദുഃഖം മാത്രം നിറഞ്ഞതാണെന്ന ആശയം അല്ല പറയുന്നത്. എന്തിനാണ് മനുഷ്യരെ നാം കരയുന്നത്? മാഴുക, കരയുക. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ലോകത്തിൽ, ഭൂമിയിൽ സുഖത്തെ പോലെ ദുഃഖവുമുണ്ട്. ദുഃഖമുണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ ദുഃഖം വരുമ്പോൾ അല്ലയോ മനുഷ്യരെ നാം എന്തിനാണ് കരയുന്നത്? തൻ സൃഷ്ടിയിൽപ്പെട്ടൊരതിന്നുമീശൻ സ്ഥാനത്തെ നൽകേണ്ടത് ധർമ്മമല്ലേ. ഈശന്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ് അതും. ഏത്? ദുഃഖവും. പറയുമ്പോൾ രാമനും കൃഷ്ണനും എന്നൊക്കെ പറയുമ്പോൾ രാമനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് മറ്റൊരാൾ കൂടി ഉണ്ടെന്ന അർത്ഥം. അതുപോലെ അതിന്നും എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും സുഖത്തെ പോലെ ദുഃഖം എന്ന് പറഞ്ഞത്. അപ്പൊ സുഖവും ദുഃഖവും ഈശ്വരന്റെ സൃഷ്ടികളാണ്.
ഈശ്വരന്റെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ 5 വിരലുകളാണ് അല്ലെ, 5 5 10 വിരൽ. ഒരു വിരല് ചെറുതാണ് അല്ലെങ്കിൽ ഒന്ന് വലുതാണെന്ന് പറഞ്ഞ് നമുക്ക് ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ചെറുത് കൈകൂപ്പ മുമ്പിൽ വരും അല്ലേ, നമുക്ക് ചെറുതിനെ മാറ്റി നിർത്താൻ പറ്റുമോ? എല്ലാ വിരലിനും അതിൻ്റെതായ ധർമ്മമുണ്ട് എന്ന് പറഞ്ഞ പോലെ സുഖദുഃഖങ്ങള് നന്മ തിന്മകള് എല്ലാത്തിനും അതാതിൻ്റെതായ സ്ഥാനമുണ്ട്. ഒന്നിനെയും നമ്മൾ പക്ഷഭേദത്തോടെ വേർതിരിവോടെ മാറ്റി നിർത്താൻ പറ്റില്ല. ഈശ്വരനും അത് തന്നെയാണ് ചെയ്ത് തന്റെ സൃഷ്ടിയിൽപ്പെട്ട അതിന് ഉചിതമായ സ്ഥാനം നൽകി. ആ പ്രവർത്തനം തികച്ചും ധർമ്മമാണ്, അല്ലെങ്കിൽ ധാർമ്മികമായ സത്യസന്ധമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. എന്നോട് ചുരുക്കി പറയാം, സുഖത്തെ പോലെ ദുഃഖവും നമ്മുടെ ഭൂമിയിലുണ്ട് എന്ന് വിചാരിച്ചാൽ മനുഷ്യരെ നാം കരയുന്നത് എന്തിനാണ്? ഈശ്വരന്റെ സൃഷ്ടിയിൽ പെട്ടതാണ് ദുഃഖവും. അതായത് സുഖത്തെ പോലെ ദുഃഖവും ഈശ്വരന്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ്. അതിന് അതാതിൻ്റെതായ സ്ഥാനത്ത് നൽകേണ്ടതാണ് ധർമ്മം. ഇവിടെ 2 വാക്ക്, സൃഷ്ടി, സ്രഷ്ടാവ്. സൃഷ്ടി നടത്തുന്ന ആളാണ് സ്രഷ്ടാവ്, സ്രഷ്ടാവ് നടത്തുന്ന കർമ്മമാണ് സൃഷ്ടി. അപ്പൊ ചിലപ്പോ 2 രീതിയില് സൃഷ്ടി സ്രഷ്ടി, ശരിയായ പദം ഏത്? അതുപോലെ സ്രഷ്ടാവ് സൃഷ്ടാവ്. സൃഷ്ടി നടത്തുന്ന ആൾക്ക് പറയുന്നതാണ് സ്രഷ്ടാവ്, സൃഷ്ടാവല്ല എന്നർത്ഥം. ഇതിന്റെ ആശയം ഒന്ന് നമുക്ക് ചുരുക്കി നോക്കാം. അല്ലയോ മനുഷ്യരെ, ഭൂമി ദുഃഖം നിറഞ്ഞതാണ്, സുഖത്തെ പോലെ ദുഃഖം എന്ന് കരുതി നാം എന്തിനാണ് കരയുന്നത്? സുഖത്തെ പോലെ ഈശ്വരന്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ് ദുഃഖവും. ഈശ്വര സൃഷ്ടിയിലെ എല്ലാത്തിനും അർഹമായ സ്ഥാനം നൽകണം. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് സുഖം വരുമ്പോൾ നാം അതിയായി സന്തോഷിക്കുകയോ ദുഃഖത്തിൽ അതിയായി ദുഃഖിക്കുകയോ ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യമില്ല. നന്മ തിന്മകളും സുഖദുഃഖങ്ങളും ഈശ്വര സൃഷ്ടിയാണ്, ഒന്നിനെയും മാറ്റി നിർത്താനാവില്ല. ഇവ ഒരു നാണയത്തിന്റെ 2 പുറങ്ങൾ പോലെ ജീവിതത്തിൽ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. ഇടശ്ശേരി പറയുന്നുണ്ട്, ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെന്തിനു ജീവിത പലഹാരം, ഇടയ്ക്കു കണ്ണീരുപ്പ് പുരട്ടാതെന്തിനു ജീവിത പലഹാരം. അതേ ആശയം തന്നെയാണ് ഇവിടെ കവി നമ്മോട് പറയുന്നത്. കൈവിട്ടുപോയി പോയി പകലെന്നു വെച്ച് കണ്ണീരൊലിപ്പിച്ചൊരു കാര്യമുണ്ടോ, വരേണ്ടതല്ലേ ദിശയും നമുക്ക് വപുസിനുദ്ധാനമുഷസ്സിലേകാൻ. കൈവിട്ടുപോയി പോയി പകലെന്നു വെച്ച് കണ്ണീരൊലിപ്പിച്ചൊരു കാര്യമുണ്ടോ, വരേണ്ടതല്ലേ ദിശയും നമുക്ക് വപുസിനുദ്ധാനമുഷസ്സിലേകാൻ. കണ്ണീരൊലിപ്പിക്കുക, കണ്ണീരൊലിപ്പിക്കുക എന്താണ്? കരയുക. കണ്ണീരൊലിപ്പിപ്പ് ഒരു കാര്യമുണ്ടോ? കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമില്ല എന്നാണ് പരോക്ഷമായ അർത്ഥം. എന്താണ് കണ്ണീരൊലിപ്പിക്കാൻ കരയാൻ കാരണം? കൈവിട്ടുപോയി. എന്താ കൈവിട്ടുപോയത്? പകൽ. പകൽ കൈവിട്ടുപോയി എന്ന് വെച്ചാൽ പകൽ അസ്തമിച്ചു, രാത്രിയായി. പകൽ അസ്തമിച്ചു എന്ന് കരുതി കണ്ണീരൊലിപ്പിച്ചിട്ട് കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വരേണ്ടതല്ലേ നിശയും നമുക്ക്. നിശ എന്ന് വെച്ചാൽ രാത്രിയാണ്. രാത്രിയും നമുക്ക് വരേണ്ടതല്ലേ എന്ന് വെച്ചാൽ വരേണ്ടതാണ്, രാത്രി നമുക്ക് ആവശ്യമാണ്. എന്തിനാ രാത്രി വരണേ? വപുസിനുദ്ധാനമുഷസ്സിലേകാൻ. ഉദ്ധാനം എന്ന് വെച്ചാൽ എന്താണ്? ഉയർത്തെഴുന്നേൽപ്പ്. എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പ്? ഉഷസ്സിലേകാൻ. കാരണം നമ്മൾ സാധാരണ മനുഷ്യര് പകൽ സമയത്ത് മുഴുവൻ കഠിനമായ അധ്വാനത്തിന് ശേഷം ക്ഷീണിച്ച് തളർന്ന് ഉറങ്ങും. ഈ നീണ്ട ഉറക്കം നമുക്ക് അടുത്ത പ്രഭാതത്തിലെ അധ്വാനിക്കാൻ, ശരീരത്തിന് ഒരു ഉന്മേഷം നൽകാൻ ഈ ഇരുട്ട്, നീണ്ട വിശ്രമം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത പ്രഭാതത്തിൽ, അതായത് എന്നും രാവിലെ കൂടുതൽ ഉന്മേഷത്തോടെ ഇറങ്ങി അധ്വാനിക്കാൻ വേണ്ട കരുത്ത് നമുക്ക് നൽകാൻ വേണ്ടിയാണ് പകലിനെ പോലെ രാത്രി. ഈ രാത്രിയിൽ നമ്മളിങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങിയുള്ള വിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ദിവസവും ഉഷസ്സിൽ ഉന്മേഷത്തോടെ ഇറങ്ങി പ്രവർത്തിക്കാൻ മനുഷ്യർക്ക് സാധിക്കൂ. ആ മനുഷ്യരുടെ അങ്ങനെയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഈശൻ പകലിനെ പോലെ നിശയും നമുക്ക് നൽകിയിരിക്കുന്നത്. പകൽ പോയി രാത്രി വന്നു എന്ന് കരുതിയിട്ട് നാം കരയുന്നതിൽ അർത്ഥമില്ല.
ഈ പകലും രാത്രിയും ജീവിതത്തിലെ സുഖദുഃഖങ്ങളുടെ പ്രതീകമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങാനാവാത്ത വലിയൊരു ദുഃഖം ഉണ്ടായി. ആ ദുഃഖം ഉണ്ടായപ്പോൾ ആ ദുഃഖത്തിൽ നമ്മൾ മുഴുകി കരഞ്ഞിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. വീണ്ടും നമ്മൾ വർദ്ധിത വീര്യത്തോടെ പുതിയ ഉത്സാഹത്തോടെ ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകൂ. വൈലോപ്പിള്ളി പറയുന്നുണ്ട്, എണ്ണീടാത്തൊരു പുരുഷായുസ്സുകൾ വെണ്ണീറാകാം എളിമയുടെ അന്നും മുഖ പുത്തൻ തലമുറയേന്തും പന്തങ്ങൾ. വേറെ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. ജീവിതത്തിന്റെ വിജിഗീഷുവായ എതിരാളിക്ക് മൃത്യുവിന് ജീവിതത്തിന്റെ കൊടിപ്പടം താഴ്ത്താൻ സാധിക്കില്ല എന്ന് വൈലോപ്പിള്ളി പറയുന്നുണ്ട്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, പകൽ അസ്തമിച്ചു എന്ന് കരുതി നമ്മൾ ദുഃഖിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. പകൽ സമയത്ത് അധ്വാനിച്ച് തളർന്ന മനുഷ്യരുടെ ശരീരത്തിന് അല്ലെങ്കിൽ ആ മനുഷ്യർക്ക് പ്രഭാതത്തിൽ വീണ്ടും അധ്വാനിക്കണമെങ്കിൽ ഉന്മേഷം ആവശ്യമാണ്. ആ ഉന്മേഷം നേടുന്നത് എപ്പോഴാണ്? രാത്രിയിലെ നീണ്ട ഉറക്കത്തിലൂടെയാണ്. അപ്പൊ രാത്രിയിലെ ഈ ഉറക്കം, ആ വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് അസ്തമിച്ച് രാത്രി വരുന്നത്. അല്ലെങ്കിൽ ഈശ്വരൻ അങ്ങനെ നമുക്ക് പകലും രാത്രിയും നൽകുന്നതെന്നാണ് ഉള്ളൂര് പറയുന്നത്.